നമ്മുടെ ഇന്നത്തെ ലോകത്തെക്കുറിച്ച് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നാം മുന്നറിയിപ്പുകളാൽ ചുറ്റപ്പെട്ടാണ് ജീവിക്കുന്നത്. എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിനു മുൻപ് പലരും കാലാവസ്ഥാ ആപ്പ് നോക്കാറുണ്ട്. കനത്ത മഴ പ്രതീക്ഷിക്കുന്നു. ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. ഇടിമിന്നൽ മുന്നറിയിപ്പ്. മഴ വരുന്നെങ്കിൽ നാം കുട എടുക്കുന്നു. ചുഴലിക്കാറ്റ് വരുന്നെങ്കിൽ യാത്ര മാറ്റിവയ്ക്കുന്നു. സിഗരറ്റ് പാക്കറ്റിൽ നാം വായിക്കുന്നു, പുകവലി മാരകമാണ്. റെയിൽവേ സ്റ്റേഷനുകളിൽ നാം കേൾക്കുന്നു, നിങ്ങളുടെ ലഗേജ് ശ്രദ്ധയില്ലാതെ വിടരുത്. പാർക്കിംഗ് സ്ഥലങ്ങളിൽ സ്വന്തം ഉത്തരവാദിത്തത്തിൽ പാർക്ക് ചെയ്യുക. നമ്മുടെ ഫോണുകൾ പെട്ടെന്ന് അടിയന്തര മുന്നറിയിപ്പുകളാൽ മുഴങ്ങുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ശാസ്ത്രജ്ഞർ നമ്മെ താക്കീത് ചെയ്യുന്നു. കൊളസ്ട്രോളിനെയും പ്രമേഹത്തെയും കുറിച്ച് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നു. ഓൺലൈൻ തട്ടിപ്പിനെക്കുറിച്ച് ബാങ്കുകൾ മുന്നറിയിപ്പ് നൽകുന്നു. മാതാപിതാക്കൾ മക്കളെ താക്കീത് ചെയ്യുന്നു. ഭരണകൂടങ്ങൾ പൗരന്മാരെ താക്കീത് ചെയ്യുന്നു. നാം ചെവിക്കൊള്ളുന്നു, കാരണം ഒരു ലളിതമായ സത്യം നമുക്കറിയാം: എല്ലാ മുന്നറിയിപ്പും നമ്മെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാനുള്ളതാണ്. എന്നാൽ പലരും അവഗണിക്കുന്ന ഒരു മുന്നറിയിപ്പുണ്ട്: ദൈവത്തിന്റെ മുന്നറിയിപ്പ്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ഒരു വലിയ വലയെക്കുറിച്ച് സംസാരിക്കുന്നു. അത് എല്ലാത്തരം മീനുകളെയും ശേഖരിക്കുന്നു. എന്നാൽ അത് കരയിലെത്തുമ്പോൾ മീനുകൾ വേർതിരിക്കപ്പെടുന്നു. നല്ലവ സൂക്ഷിക്കുന്നു, ചീത്തയായവ വലിച്ചെറിയുന്നു. ഇത് ആശ്വാസകരമായ വാക്കുകളല്ല, എന്നാൽ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കുക: യേശു നമ്മെ ഭീഷണിപ്പെടുത്തുകയല്ല, അവിടുന്ന് നമ്മെ താക്കീത് ചെയ്യുകയാണ്. ഭീഷണിയും മുന്നറിയിപ്പും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരു മലമ്പാതയിലൂടെ വാഹനമോടിക്കുന്നത് സങ്കൽപ്പിക്കുക. പെട്ടെന്ന് ആരോ കൈ വീശി അലറിവിളിക്കുന്നു, നിർത്തൂ. മുന്നിലെ പാലം തകർന്നിരിക്കുന്നു. നിങ്ങളെ ഭയപ്പെടുത്തിയെന്ന് പറഞ്ഞ് അയാളെ കുറ്റപ്പെടുത്തുമോ? ഇല്ല, നിങ്ങളുടെ ജീവൻ രക്ഷിച്ചതിന് നിങ്ങൾ അയാൾക്ക് നന്ദി പറയും. വേദപുസ്തകത്തിലെ ഓരോ മുന്നറിയിപ്പും അതുപോലെയാണ്. അത് വൈകുന്നതിന് മുൻപ് സംസാരിക്കുന്ന സ്നേഹമാണ്. ഒരുപക്ഷേ അതുകൊണ്ടായിരിക്കാം ഇന്നത്തെ സുവിശേഷം നമ്മെ അസ്വസ്ഥരാക്കുന്നത്. ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് മാത്രം കേൾക്കാനാണ് നാം ഇഷ്ടപ്പെടുന്നത്. എന്നാൽ യഥാർത്ഥ സ്നേഹം എപ്പോഴും ന്യായവിധിക്ക് മുൻപ് താക്കീത് ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ? എല്ലാ ദിവസവും നാം കാലാവസ്ഥാ പ്രവചനം നോക്കുന്നു. എന്നാൽ അവസാനമായി എപ്പോഴാണ് നാം നമ്മുടെ ആത്മാവിന്റെ കാലാവസ്ഥ പരിശോധിച്ചത്? ഇന്ന് മഴ പെയ്യുമോ എന്ന് നാം ചോദിക്കുന്നു, എന്നാൽ എന്റെ ഹൃദയം തണുത്തുപോകുകയാണോ എന്ന് നാം ചോദിക്കാറുണ്ടോ? കുട കൊണ്ടുപോകേണ്ടതുണ്ടോ എന്ന് നാം ചോദിക്കുന്നു, എന്നാൽ ഞാൻ ക്ഷമിക്കായ്മയോ അസൂയയോ കോപമോ അഹങ്കാരമോ വഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ടോ? ഇന്നത്തെ താപനില നമുക്കറിയാം. ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെ താപനില നമുക്കറിയാമോ? കാലാവസ്ഥ പരിശോധിക്കാതെ നാം ഒരിക്കലും വീട്ടിൽ നിന്ന് ഇറങ്ങാറില്ല, എന്നാൽ പലരും ദിവസവും തങ്ങളുടെ ആത്മീയ കാലാവസ്ഥ പരിശോധിക്കാതെയാണ് ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് ഒന്നാം വായന ഇത്ര മനോഹരമായ സന്തോഷവാർത്തയാകുന്നത്. യിരെമ്യാവ് ഒരു കുശവന്റെ പണിശാലയിലേക്ക് പ്രവേശിക്കുന്നു. കുശവൻ ഒരു മനോഹര പാത്രം രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അത് തകരുന്നു. കളിമണ്ണ് നശിച്ചുപോകുന്നു. ഇനി ഭൂരിഭാഗം പേരും ചെയ്യുന്നത് എന്തായിരിക്കുമെന്ന് ചിന്തിക്കുക: അത് ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് പുതിയ കളിമണ്ണുകൊണ്ട് തുടങ്ങും. എന്നാൽ കുശവൻ അങ്ങനെ ചെയ്യുന്നില്ല. അയാൾ അതേ കളിമണ്ണ് സൗമ്യമായി വീണ്ടും ശേഖരിക്കുന്നു, വീണ്ടും നനയ്ക്കുന്നു, ചക്രത്തിൽ തിരികെ വയ്ക്കുന്നു, ക്ഷമയോടെ വീണ്ടും ആരംഭിക്കുന്നു. അപ്പോൾ ദൈവം പറയുന്നു, കുശവന്റെ കൈയിലെ കളിമണ്ണുപോലെയാണ് നിങ്ങൾ എന്റെ കൈയിൽ. അത് എല്ലാം മാറ്റിമറിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിലെ മുന്നറിയിപ്പല്ല അവസാന വാക്ക്. കുശവനാണ് അവസാന വാക്ക്. ദൈവം നമ്മെ താക്കീത് ചെയ്യുന്നത് അവിടുന്ന് നമ്മെ ഉപേക്ഷിക്കാൻ വിസമ്മതിക്കുന്നതുകൊണ്ടാണ്. അവിടുത്തേക്ക് നമ്മെ ശിക്ഷിക്കണമെങ്കിൽ കളിമണ്ണ് വെറുതെ വലിച്ചെറിഞ്ഞാൽ മതി. പകരം അവിടുന്ന് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, വീണ്ടും വീണ്ടും വീണ്ടും. അതാണ് നമ്മുടെ ദൈവം. ഫ്രാൻസിസ് മാർപ്പാപ്പ പലപ്പോഴും വിളിച്ചിരുന്ന ഈ വലിച്ചെറിയൽ സംസ്കാരത്തിലാണ് നാം ജീവിക്കുന്നത്. ഫോൺ പഴയതാകുന്നു, മാറ്റുന്നു. ടെലിവിഷൻ പ്രവർത്തിക്കാതാകുന്നു, വലിച്ചെറിയുന്നു. വസ്ത്രങ്ങൾ ഫാഷനല്ലാതാകുന്നു, ഉപേക്ഷിക്കുന്നു. ഫർണിച്ചർ പോറൽ വീഴുന്നു, വേറൊന്ന് വാങ്ങുന്നു. എല്ലാം ഒറ്റത്തവണ ഉപയോഗിക്കാവുന്നതായി മാറിയിരിക്കുന്നു. എന്നാൽ നമ്മുടെ ലോകത്ത് മനോഹരമായ എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട്. ആളുകൾ അപ്സൈക്ലിംഗ്, പുനരുപയോഗത്തിലൂടെ മൂല്യം കൂട്ടൽ ആരംഭിച്ചിരിക്കുന്നു. പഴയ മരപ്പലകകൾ മനോഹരമായ ഭക്ഷണമേശകളാകുന്നു. ഗ്ലാസ് കുപ്പികൾ മനോഹര വിളക്കുകളാകുന്നു. പഴയ ടയറുകൾ വർണ്ണാഭമായ പൂന്തോട്ടങ്ങളാകുന്നു. ഉപേക്ഷിക്കപ്പെട്ട ഫർണിച്ചർ കലാസൃഷ്ടിയാകുന്നു. ലോകം അതിനെ അപ്സൈക്ലിംഗ് എന്ന് വിളിക്കുന്നു. ദൈവം തുടക്കം മുതൽ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് തകർന്ന ജീവിതങ്ങളെ എടുത്ത് വിശുദ്ധരെ സൃഷ്ടിക്കുന്നു.
പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. പൗലോസ് സഭയെ പീഡിപ്പിച്ചു. മറിയം മഗ്ദലേന ഒരു മുറിവേറ്റ ഭൂതകാലം വഹിച്ചു. അഗസ്റ്റിൻ ദൈവത്തിൽ നിന്ന് ദൂരെ അലഞ്ഞു. എന്നിട്ടും അവരെല്ലാം കൃപയുടെ മകുടോദാഹരണങ്ങളായി മാറി. വിശുദ്ധ അവിലായിലെ തെരേസയുടേതെന്ന് പലരും വിശ്വസിക്കുന്ന ഒരു വാക്യമുണ്ട്. ദൈവം വളഞ്ഞ വരികളിലൂടെ നേരെ എഴുതുന്നു. ദൈവം ചെയ്യുന്നത് കൃത്യമായി അതാണ്. നമ്മുടെ പരാജയങ്ങൾ അവസാന അധ്യായമല്ല, അവ ദൈവം തന്റെ കരുണ എഴുതുന്ന മറ്റൊരു താളായി മാറുന്നു. പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വാക്യം യേശു കൂട്ടിച്ചേർക്കുന്നു. പഴയതും പുതിയതുമായ നിധികൾ പുറത്തെടുക്കുന്ന ശാസ്ത്രിയെക്കുറിച്ച് അവിടുന്ന് പറയുന്നു. ഒരു ക്രിസ്തീയ ശിഷ്യൻ ചെയ്യുന്നത് കൃത്യമായി അതാണ്. നാം ദൈവത്തിന്റെ പുരാതന വചനം എടുത്ത് ഇന്നത്തെ ലോകവുമായി ബന്ധിപ്പിക്കുന്നു. യിരെമ്യാവിന്റെ കുശവനും ഇന്നത്തെ അപ്സൈക്ലിംഗും, യേശുവിന്റെ മീൻവലയും ഇന്നത്തെ മുന്നറിയിപ്പ് അലേർട്ടുകളും, പുരാതന തിരുവെഴുത്തും ആധുനിക ഹൃദയങ്ങളും. സുവിശേഷം ഒരിക്കലും പഴകുന്നില്ല, കാരണം ഓരോ തലമുറയും ശാശ്വത സത്യത്തിലേക്കുള്ള സ്വന്തം വാതിൽ കണ്ടെത്തുന്നു. ചിലർ ചിന്തിക്കുന്നുണ്ടാകാം, ദൈവം എന്നെ വീണ്ടും രൂപപ്പെടുത്തുകയാണെങ്കിൽ എന്തുകൊണ്ട് ജീവിതം ഇപ്പോഴും വേദനിപ്പിക്കുന്നു? കാരണം ഓരോ പാത്രവും തീയിലൂടെ കടന്നുപോകണം. തീ ഇല്ലാതെ കളിമണ്ണ് ദുർബലമായി തുടരും. വെള്ളം സ്പർശിക്കുന്ന ആദ്യ നിമിഷം തന്നെ അത് അലിഞ്ഞുപോകും. തീ പാത്രത്തെ നശിപ്പിക്കുന്നില്ല, അതിനെ ബലപ്പെടുത്തുന്നു. ഒരുപക്ഷേ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പരീക്ഷണങ്ങൾ ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചു എന്നതിന്റെ അടയാളമല്ല. ഒരുപക്ഷേ അവ നിങ്ങൾ സങ്കൽപ്പിച്ചതിലും വലിയ എന്തിനോ വേണ്ടി കുശവൻ നിങ്ങളെ ഒരുക്കുന്നു എന്നതിന്റെ അടയാളമായിരിക്കാം. അതിനാൽ ഇന്ന് രാത്രി ഉറങ്ങുന്നതിനു മുൻപ്, അല്ലെങ്കിൽ നാളത്തെ കാലാവസ്ഥാ പ്രവചനം നോക്കുന്നതിനു മുൻപ് ഒരു നിമിഷം നിർത്തി സ്വയം ചോദിക്കുക, ഇന്ന് എന്റെ ആത്മാവിന്റെ അവസ്ഥ എന്താണ്? ദൈവത്തിന് എന്നെ രൂപപ്പെടുത്താൻ കഴിയുംവിധം ഞാൻ ഇപ്പോഴും മൃദുവാണോ? കാരണം ഒരു ദിവസം കാലാവസ്ഥാ പ്രവചനം പ്രശ്നമല്ലാതാകും. കാലാവസ്ഥാ വ്യതിയാനം പ്രശ്നമല്ലാതാകും. ആഗോളതാപനം പ്രശ്നമല്ലാതാകും. അന്ന് പ്രധാനമായിരിക്കുന്നത് കുശവൻ താൻ രൂപപ്പെടുത്തിയ പാത്രത്തിൽ തന്റെ സ്വന്തം സാദൃശ്യം തിരിച്ചറിഞ്ഞോ എന്നതാണ്. അതിനാൽ ഇന്നത്തെ മുന്നറിയിപ്പിനെ ഭയപ്പെടരുത്. അതിന് ദൈവത്തിന് നന്ദി പറയുക. കാരണം ദൈവത്തിൽ നിന്നുള്ള ഓരോ മുന്നറിയിപ്പും യഥാർത്ഥത്തിൽ ഒരു ക്ഷണമാണ്. കുശവന്റെ ചക്രത്തിലേക്ക് തിരികെ വരാനുള്ള ക്ഷണം, നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കിയ എന്തും നീക്കം ചെയ്യാൻ അവിടുത്തെ അനുവദിക്കാനുള്ള ക്ഷണം, നമ്മുടെ പരാജയങ്ങളെ കൃപയായി രൂപപ്പെടുത്താൻ അനുവദിക്കാനുള്ള ക്ഷണം, ലോകസ്ഥാപനത്തിനു മുൻപ് അവിടുന്ന് സ്വപ്നം കണ്ട പാത്രമായി മാറാനുള്ള ക്ഷണം. കാരണം തന്റെ കൈകളിൽ തുടരാൻ സന്നദ്ധമായ കളിമണ്ണിനെ ദൈവം ഒരിക്കലും വലിച്ചെറിയുന്നില്ല. ആമേൻ.